നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന ഒരു വാനില സ്പോഞ്ച് കേക്കാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്കിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് 1 കപ്പ് മൈദ, 2 ടേബിൾ സ്പൂൺ എണ്ണ വേണം, സൺഫ്ലവർ ഓയിലാണ്, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ പിഞ്ച് ഓഫ് സോൾട്ട് വേണം, പിന്നെ നമ്മുടെ വാനില എസൻസ്, 4 മുട്ട, 3/4 കപ്പ് പൊടിച്ച പഞ്ചസാര. അപ്പോൾ നമുക്ക് വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ നോക്കിയാലോ. അപ്പോൾ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായിട്ട് ഞാനൊരു അരിപ്പ് വെച്ചിട്ട് അതിനകത്തോട്ട് നമ്മൾ എടുത്ത് വെച്ചിരുന്ന മൈദ, ബേക്കിംഗ് പൗഡർ, ബേക്കിംഗ് സോഡ, ഉപ്പ് അതെല്ലാം കൂട്ടിയിട്ട് നമുക്കൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അപ്പോൾ ഈ അളവുകളെല്ലാം കൃത്യമായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ കേക്ക് ചീത്തയായി പോകും. പിന്നെ നമുക്ക് 3 വട്ടം ഇത് അരിച്ചെടുക്കണം, എന്നാലും നല്ല കേക്ക് നല്ല സ്പോഞ്ചായിട്ട് ഇരിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് അരിക്കാം. മൂന്ന് വട്ടം നമ്മൾ ഇത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ്, അതായത് മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും സോൾട്ടും. ഇനി നമുക്കത് മാറ്റി വെക്കാം. നമ്മുടെ മുട്ടയുടെ വെള്ള നമ്മൾ എടുത്തിട്ടുണ്ട്, 4 മുട്ട എടുത്തേക്കുന്നത്. ആ മുട്ടയുടെ വെള്ളം നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഒന്നൊന്ന് ബീറ്റ് ചെയ്തിട്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ബീറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ കുറച്ച് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ എഗ്ഗ്. ഇനി അതിനകത്തോട്ട് നമുക്ക് അതിൻ്റെ മഞ്ഞയും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ബീറ്റ് ചെയ്യാം. ഇത് വേണമെങ്കിൽ അല്ലാതെ ഒന്നിച്ചിട്ട് ആദ്യം തൊട്ട് ബീറ്റ് ചെയ്യാം. പക്ഷെ ഞാനിപ്പം വെള്ളയൊന്നൊന്ന് അടിച്ചെടുത്തിട്ട് പിന്നെയാണ് നമ്മുടെ യോക്ക് ഇടുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ബീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ബീറ്റ് ചെയ്യാം. നമ്മുടെ എഗ്ഗൊക്കെ നല്ലപോലെ ബീറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിനകത്തോട്ട് കുറച്ച് നമ്മുടെ സൺഫ്ലവർ ഓയിൽ എടുത്ത് വെച്ചിരുന്ന 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ കുറച്ച് ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് എണ്ണയൊക്കെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തു. ഇനി നമുക്ക് അതിനകത്തോട്ട് പൊടിച്ച പഞ്ചസാര കുറച്ച് ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പൊടിച്ച പഞ്ചസാരയൊക്കെ ഇട്ട് നമ്മൾ ബീറ്റ് ചെയ്തെടുത്തു. അപ്പം പൊടിക്കാതെ വേണമെങ്കിൽ പഞ്ചസാര എടുക്കുക. അപ്പം അലിയാൻ കുറച്ച് താമസം വരും, അതുകൊണ്ടാണ് ഞങ്ങൾ പൊടിച്ച പഞ്ചസാര എടുത്തത്. അപ്പോൾ നല്ലപോലെ അത് ബീറ്റായിട്ടിരിപ്പണി. നമുക്കിനി അതിനകത്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർക്കാം. നമ്മുടെ മൈദയും ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും നമ്മൾ ഉപ്പും കൂടെ ചേർത്ത് 3 വട്ടം അരിച്ചെടുത്ത മൈദ ഇനി കുറച്ച് ഇട്ട് നമുക്ക് ഇനി നമ്മൾ ബീറ്റർ വേണ്ട, സാധാരണ സ്പാച്ചുല വെച്ചൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അതുപോലെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീറ്റർ വെച്ച് വേണം ഇത് ബീറ്റ് ചെയ്യാൻ, കാരണം ഒരുപാട് സമയം എടുക്കും വിസ്ക് വെച്ച് ബീറ്റ് ചെയ്താൽ. പിന്നെ നമുക്ക് കൈക്ക് ഒത്തിരി വേദന എടുക്കും. അതുകൊണ്ട് ഇനി നമുക്ക് അടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. നമ്മുടെ മൈദയും ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒക്കെ വെച്ച് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്കിനി കുറേച്ച് ഇട്ട് കൊടുത്തു ചുമ്മാ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ജസ്റ്റ് ഒത്തിരി ഓവർ ഫോൾഡ് ആയിപ്പോൾ ഒത്തിരി ഓവറായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് ചീത്തയായി പോവും, നല്ലപോലെ വരത്തില്ല. അതുകൊണ്ട് കുറച്ച് ഇട്ട് നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. പിന്നെ ഒരേ ഡയറക്ഷനിലോട്ട് വേണം നമ്മൾ ഫോൾഡ് ചെയ്യാൻ. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ ഫോൾഡ് ചെയ്താൽ പിന്നെ അത് ശരിയായി വരത്തില്ല. അതിൻ്റെ ബബിൾസൊക്കെ പൊട്ടിപ്പോവും. പിന്നെ നമുക്ക് നല്ലപോലെ കേക്ക് പൊങ്ങി വരത്തില്ല. നമുക്ക്
നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്താൽ മതി. കാരണം നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന എഗ്ഗൊക്കെയാണ്. നമ്മുടെ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ആവുന്നതിന് പറ്റുന്ന ഫോൾഡ് ചെയ്യാം. കുറച്ച് വേണം ഇട്ടിട്ട് ഫോൾഡ് ചെയ്യാനായിട്ട്. ബാറ്റർ നമ്മൾ ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇരിക്കും. നമ്മൾ ഫോൾഡ് ചെയ്ത് കഴിയുമ്പം ഇനി നമുക്ക് നമ്മുടെ ഓയിലൊക്കെ നമ്മൾ ഇട്ട് നമ്മുടെ ട്രേ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ട്രേ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഞാൻ ഏത് ട്രേ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിനകത്തോട്ട് നമ്മുടെ ബാറ്റർ ഒഴിക്കാം. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ നമ്മുടെ ബേക്കിംഗ് ട്രേയിലോട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഓയിലൊക്കെ തേച്ച് നമ്മൾ ഓയിൽ പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനകത്തോട്ട് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കണം. ഒരു 10-20 ടൈംസ് എങ്കിലും ടാപ്പ് ചെയ്യണം. അതിനകത്ത് ബബിളൊക്കെ പൊട്ടി അടിപൊളിയാകത്തുള്ളൂ. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്കൊന്ന് ടാപ്പ് ചെയ്യാം. നമുക്കിനി അത് ബേക്ക് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഓവനിൽ വെക്കാം. ഓരോരുത്തരുടെ ഓവൻ അനുസരിച്ചിരിക്കും നമ്മൾ ബേക്ക് ചെയ്യുന്ന ടൈമൊക്കെ. അപ്പോൾ നമ്മൾ ഇത് ഓവനിലോട്ട് മാറ്റാം. നമ്മൾ പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരുന്ന ഓവനാണ്. അപ്പം ഓരോരുത്തരുടെ ബേക്കിംഗ് ടൈം എങ്ങനെയാണോ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഓവനിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ കേക്ക് നല്ല ഇതുപോലെ ഇരിക്കും ഫൈനൽ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മുടെ കേക്ക്. അപ്പോൾ നിങ്ങൾ അളവുകളൊക്കെ ശ്രദ്ധിച്ച് ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ വരും നമ്മുടെ കേക്ക്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നമ്മുടെ കേക്ക്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ കമൻറ്റും ചെയ്യണം. അപ്പം വീണ്ടും അടുത്ത പുതിയ റെസിപ്പിയായിട്ട് വീണ്ടും കാണാം. ബൈ.